ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നമ്മളിപ്പോൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ ഒരു പുതിയ തരത്തിലൊരു എന്താ പറയുക കൃഷിത്തടം റെഡിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ചെയ്ത മഴക്കാലം വന്നപ്പോൾ എല്ലാം പോയിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റി പ്രശ്നം ഇനി ഉണ്ടാവാതിരിക്കാൻ പറ്റിയ വിധത്തിൽ ചെയ്തതാണത്. പക്ഷെ അത് സക്സസ് ആയി. അപ്പോൾ അതൊന്ന് വീഡിയോ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ, ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ ഒരു കുഴി എടുത്തിട്ടുണ്ട്. ഒന്നൊന്നര അടി താഴ്ചയിൽ ശരിക്കും പറഞ്ഞാൽ കമ്പോസ്റ്റ് കുഴിയാണിത്. നമ്മൾ ഇതിൽ കമ്പോസ്റ്റിൽ ഇടാൻ വേണ്ടി, കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി അവിടെ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് കാടായിരുന്നു, കാട് പോലെ അടഞ്ഞിരുന്നു. ഈ പുല്ല് കംപ്ലീറ്റ് വെട്ടി വെളുപ്പിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ആണ് നമ്മൾ മൂടുന്നത്. മൂടുമ്പോൾ കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ബയോ ഡീകമ്പോസർ വെള്ളം അത് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ 1-1.5 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് കമ്പോസ്റ്റ് ആയി കിട്ടും. അത് മൂടിയതിന് ശേഷമായിട്ട് നമ്മൾ ഇത് കവർ ചെയ്യും. ഇതുപോലെ മൂടിയതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുക്കും, കംപ്ലീറ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കും. സൈഡൊക്കെ ക്ലിയർ ആക്കി ലെവൽ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ കവറിട്ട് മൂടുന്നത്. ഇത് നമ്മുടെ സാധാരണ കവറാണ് കേട്ടോ. സാധാരണ ഈ വേലിയേട്ടാൻ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ ഷീറ്റാണ്. ആ ഷീറ്റിട്ട് മൂടിയിട്ട് എമൽഷൻ എമൽഷൻ അടിച്ചിരിക്കുക, വൈറ്റ് എമൽഷൻ അടിച്ചിരിക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ ചൂടേൽക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. എന്ന് വെച്ചാൽ വേറൊരു ഗുണം കൂടിയുണ്ട്. ഷീറ്റ് ഒരിക്കലും ഒരു വർഷത്തെ ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 3-4 വർഷം കൂടി ലൈഫ് കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഇതുപോലെ ഒരളവ് നമുക്ക് ആവശ്യത്തിനുള്ള അളവിൽ ഇത് കണ്ടില്ലേ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹോളിടുന്നത്. ഉള്ളിലേക്ക് മണ്ണെടുക്കുന്നത് ഉള്ളിൽ നിന്ന്. ഇതുപോലെ ഇതെടുത്തതിന് ശേഷം നമ്മളൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇത് മുറിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ മുറിക്കാൻ വേണ്ടി കത്തി ഉപയോഗിക്കാം. കത്തി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മുറിച്ച് മാറ്റിയതിന് ശേഷമുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ മൾച്ചിങ് ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ച് ചെയ്തത്. അപ്പോൾ ഇത് ഈ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ ഇത് ഈ വെള്ളം മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഷീറ്റ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഈ കുഴി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി എടുത്തിട്ട് കുഴൽ പോലെ ആക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് വയ്ക്കുക. ഇങ്ങനെ ഇത് വെച്ച് കൊടുക്കണേ ഉള്ളൂ. ഇവിടെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണിട്ട് ആ ലെവലിൽ കൊണ്ടുവന്നിട്ട് ആ ലെവലിലാണ് നമ്മൾ ചെടി നടുന്നത്. ഇവിടെ ചെടി നടും, ഉള്ളിൽ ചെടി നട്ടിട്ട് കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പൊക്കി കൊടുക്കും കേട്ടോ. ഇങ്ങനെ പൊക്കി കൊടുക്കും. ഇപ്പം എല്ലാം നട്ടൊന്ന് വേര് പിടിച്ചതിന് ശേഷം കുറച്ചും കൂടി പൊക്കി കൊടുക്കാൻ പറ്റും നമുക്ക്. എന്നുവെച്ചാൽ മാക്സിമം വെള്ളം അതിൽ കൊള്ളിക്കാൻ പറ്റും. നമ്മൾ ഇതിൽ കൂടിയാണ് അതിനുള്ള ഭക്ഷണം കൊടുക്കുന്നത്. കംപ്ലീറ്റ് വെള്ളവും കൊടുക്കുന്നതും ലിക്വിഡായിട്ടുള്ള എന്താ പറയുക വളങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും ഇത് തുറന്നിട്ടൊന്നും ചെയ്യുന്നില്ല. ഞാൻ ആദ്യം ഉദ്ദേശിച്ചിരുന്നത് ഇത് കംപ്ലീറ്റ് നമ്മുടെ ഈ കുഴലിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ കോസ്റ്റ് നമുക്ക് മുതലാവില്ല, തൽക്കാലം മുതലാവില്ല. കഴിഞ്ഞ വർഷമൊക്കെ കംപ്ലീറ്റ് നശിഞ്ഞു പോയതുകൊണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് പോകാനുള്ളൊരു തൽക്കാലം ചാൻസ് ഇല്ല. അപ്പോൾ തൽക്കാലം അതിനൊരു വേറിട്ടൊരു വഴി കണ്ടുപിടിച്ചാണിത്. അപ്പോൾ ഇതാകുമ്പോൾ അധികം വെള്ളം വേണ്ട. വെറുതെ ഇതിൽ നമുക്ക് വെള്ളം ആവിയായിട്ട് പോകണില്ല. ആവിയായിട്ട് പൊങ്ങിയാൽ തന്നെ ഷീറ്റിൽ തട്ടി അങ്ങോട്ട് തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് വെള്ളം ഉപയോഗിച്ചാൽ മതി. പിന്നെ മഴക്കാലം വന്നു കഴിഞ്ഞ് വെള്ളം പൊങ്ങിയാൽ തന്നെ ഈ ലെവലിൽ വെള്ളം പൊങ്ങി ഇതിന് മുകളിലേക്ക് പൊങ്ങിയാൽ പോലും നമ്മൾ ഇത് വെച്ചേക്കൊണ്ട് ഇത് പിന്നെ പൊക്കിക്കൊടുത്ത് ഇതിൻ്റെയും കൂടി ലെവലിൽ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. നമുക്കറിയാമല്ലോ, വേര് വെള്ളത്തിൽ കിടന്നാലും പ്രശ്നമില്ല, തണ്ട് വെള്ളത്തിൽ മുങ്ങിയാലും ചീഞ്ഞു പോകും. അപ്പോൾ ഇത്രയും പൊക്കം വരെയൊന്നും ഒരിക്കലും വെള്ളം കയറില്ല. അതൊന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കുഴലും കൂടി ഉപയോഗിച്ചത്. അപ്പോൾ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ ചെടി അത്ര വളർച്ച കിട്ടാറില്ല. ഇത് ചെയ്തതിന് ശേഷം ചെടി പെട്ടെന്ന് നല്ല രീതിയിൽ പിക്ക് ആവുന്നുണ്ട് കേട്ടോ. നല്ലോണം പൊങ്ങി കിട്ടുന്നുണ്ട്, പെട്ടെന്ന് വളരുന്നുണ്ട്. ഞാനവിടെ കാണിച്ചു തരാം. എനിക്കിപ്പോൾ ഇത് അപ്പുറത്തിപ്പോൾ നേരത്തെ കാണിച്ചില്ലേ കൃഷി സ്ഥലം, അപ്പോൾ ഇവിടെ നമ്മൾ അഡീഷണലായിട്ട് വേറെ ചെയ്യുക. അവിടെ ഒരുമാതിരി 90% കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഇങ്ങോട്ട് ഇവിടെ ഈ ഏരിയ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക ഇങ്ങനെ. അപ്പോൾ ഇത് കണ്ടില്ല, ഇത് ഈ ഭൂമി ലെവൽ ഇതാണ്. ഇവിടുന്ന് ശേഷം പരിപാടിയും കൂടി പൊക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത്ര കൂടി പൊക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പുള്ളത്. പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുക. ആദ്യം ഇതിങ്ങനെ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ പെയിൻറ്റ്
ഇതിൽ മറ്റേ മെഷീൻ അടിക്കുന്നത്. ഈ മെഷീൻ നമുക്കിപ്പോൾ ഒരു പണി ചെയ്യാം. നമ്മൾ ഇതുപോലത്തെ ഈ കുഴലുണ്ടല്ലോ, ഈ കുഴൽ പിടിപ്പിച്ചേക്കണതിൻ്റെ അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ചെയ്ത് അവിടെ പോയി നമുക്ക് നോക്കാം കേട്ടോ. എന്താ ചെയ്തേക്കണത്, എങ്ങനെയാണ് ചെയ്തേക്കണതെന്ന് അവിടെ കാണിച്ചു തരാം. അപ്പുറത്തേക്ക് പോവാം. പോസ് ചെയ്തോ. ഇത് കണ്ടില്ലേ, ഇതിൽ നമ്മളിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ 2 ലെയറായിട്ട് സെൻറ്ററിലൊരു ഹോള് വെറുതെ വിടുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ കുഴൽ വെച്ച് കൊടുക്കും. കാര്യം എന്ന് വെച്ചാൽ കുഴൽ വച്ചില്ലെങ്കിൽ ഉള്ള കാര്യം കാണിക്കാൻ വേണ്ടി നമ്മൾ കുഴൽ വെക്കാണ്ട് വിട്ടിരിക്കുന്നത്. കുഴൽ വെക്കാണ്ടിരുന്നില്ല, ഇതിപ്പോൾ ഇങ്ങനത്തെ ഗ്യാപ്പ് വരും. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇഴജന്തുക്കൾ എന്തെങ്കിലും കയറിയിരിക്കാനോ അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് വല്ല ഇതുപോലെ ചെടികൾ വളർന്നു വരാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കെട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും വരില്ല. പിന്നെ ഇതിൽ കൂടി വെള്ളം ഇറങ്ങുമില്ല. കറക്റ്റ് ടൈറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഗ്യാപ്പ് ഒട്ടുമില്ല. പിന്നെ ഒരു കാര്യം ഇതിൽ പറയാനുള്ളത്, എപ്പോഴും നമ്മൾ ചെടി നട്ടു കഴിഞ്ഞിട്ട് ഒരു മാക്സിമം ഒരു വേര് പിടിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്കിതിങ്ങനെ പൊക്കി കൊടുക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് കൊണ്ടുവന്ന് ഇവിടെ കാണിച്ച് ഈ ഗ്യാപ്പേ ഉള്ളൂ. നമുക്ക് നടുമ്പോൾ ഇങ്ങനെ നടാനേ പറ്റുള്ളൂ. എന്നുവെച്ചാൽ കുഴി താത്തി കൊടുത്ത് ഷീറ്റ് ഉള്ളിലേക്ക് ഇറക്കി കൊടുത്തിട്ട് നമുക്ക് നടാൻ പറ്റുള്ളൂ. ഇവിടെ ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ. ഇത് നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വിരലും ഇവിടെ വെച്ച് കൊടുത്തിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പൊക്കി കൊടുക്കണം. കണ്ടില്ലേ, ഇങ്ങനെ പൊക്കി കൊടുത്താൽ മാക്സിമം പൊക്കാം. കുറച്ച് ഭാഗം മാത്രം മണ്ണിലേക്ക് നിർത്തിയാൽ മതി. ഇത്രയും പൊക്കി, ഈ പൊക്കിയതിൻ്റെ ഇത്ര നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്തരം സാധനങ്ങളിൽ ഈ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അതിന് 2-3 ദിവസത്തേക്കുള്ള വെള്ളം അത് മതിയാവും. എന്നുവെച്ചാൽ വെള്ളം ഒരിക്കലും ആവിയായി പോവില്ല. പിന്നെ ഇവിടെയും നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇവിടെയും ഈ കുഴൽ പോലെ വെച്ച് കൊടുത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്കിപ്പോൾ നല്ല സക്സസ് ആയിട്ട് തോന്നുന്നുണ്ട്. എല്ലാം നല്ല ക്ലീനായിട്ട് വളരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു വിധത്തിലുള്ള അണുബാധ ഒന്നുമില്ല. ഇതിൻ്റെ വളർച്ച കണ്ടില്ലേ, വഴുതന പൂവിട്ട് തുടങ്ങിയിട്ടുള്ളൂ. നട്ടിട്ട് ഏകദേശം ഒരു മാസത്തോളം ആവാറായിട്ടുള്ളൂ. ഇങ്ങനെ ഇത്ര ആയി തുടങ്ങി. ഇത്ര നല്ല വളർച്ച വരുന്നുണ്ട്. ഇപ്പം ഇതിൽ പലതരത്തിലുള്ള മുളകുകൾ, ഈ വെണ്ട, ഇതിപ്പോൾ ആനക്കൊമ്പൻ വെണ്ടയാണ് കേട്ടോ. ആനക്കൊമ്പനാണ്. ഏകദേശം നല്ല നീളം വരും ഇത്. അതുപോലെ തന്നെ ഈ മുളക് നട്ടേക്കണത് കണ്ടില്ലേ, നീളം കണ്ടില്ലേ, ഇതിൻ്റെ ആയി വരുന്നേ ഉള്ളൂ. ഇതാണ് ഈ നീളത്തിലുള്ള മുളക് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതും നട്ടിട്ട് കുറച്ച് നാളെ കേട്ടുള്ളൂ. ഇത്രയും പൊങ്ങിയുണ്ട്. ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. നല്ല ക്ലീനായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരേ ഒരു വളമുള്ളൂ. അത് ഞാൻ അതിനെപ്പറ്റിയുള്ള വീഡിയോ വേറെ ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. ഒരു 200 ലിറ്ററിൻ്റെ വെള്ളം പാത്രത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അതൊരു സാധനം ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തേക്കുക. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അത് മാത്രം മതി. അത് ചാണകവെള്ളം പോലത്തെ ഒരു തരം സാധനമാണ്. അത് മാത്രം ഉപയോഗിച്ച് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത്. ഇത് വരുന്നേ ഉള്ളൂ. ഇവിടെ നട്ട് തീർന്നിട്ടില്ല. ഇപ്പോൾ ഈ മഴ പെയ്യാൻ നിൽക്കുന്നതുകൊണ്ട്, മഴക്കാലമായതുകൊണ്ട് നമ്മൾ നീണ്ടുപോയതാണ് ചെയ്യൽ. കുറേ നീണ്ടുപോയി. അപ്പോൾ അത് എല്ലാം നട്ട് ഈ ട്രെയിൽ മുളപ്പിച്ചിട്ട് അവിടെ തന്നെ വെക്കേണ്ടി വന്നു, വീട്ടിൽ തന്നെ വെക്കേണ്ടി വന്നു. ഇപ്പോഴാണ് എല്ലാം കൊണ്ടുവന്ന് ചെയ്തു തുടങ്ങിയത്. ഇപ്പോൾ ഒരു മാസത്തോളം ആവണേ ഉള്ളൂ. ഒരുമാതിരി ക്ലിയർ ആയിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നട്ടേക്കണ കൂടുതലും വഴുതന, മുളക്, ഇതെല്ലാം. കാന്താരി ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ നട്ടിട്ടേ ഉള്ളൂ കേട്ടോ. കാന്താരി നട്ടേക്കണോണ്ട് അപ്പോൾ എനിക്ക് വെയിൽ കൊള്ളിക്കാണ്ടിരിക്കാനെന്ന് ചെറിയൊരു മറ കൊടുത്തിരിക്കുക. ഇത് കണ്ടില്ലേ, കാന്താരിയാണ്, പച്ചക്കാന്താരിയാണ് കേട്ടോ. ഇവിടെ ഒരു 10-200 കട പച്ചക്കാന്താരിയൊക്കെ ഉണ്ടായിരുന്നാണ് കഴിഞ്ഞ വർഷം. അപ്പോൾ അത് കംപ്ലീറ്റ് മഴക്കാലം വന്ന് മഴക്കുളമായി എല്ലാം പോയി ചീഞ്ഞു പോയതാണ്. പുതിയ നട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഇത്രയും പൊക്കി നട്ടേക്കണോണ്ട് ഇത് കണ്ടില്ല, ഇതെല്ലാം ഒരടി മണ്ണിൽ നിന്ന്, ഭൂമി ലെവലിൽ നിന്ന് ഒരടി പൊക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കമ്പോസ്റ്റ് കുഴിയാണ് കേട്ടോ. കംപ്ലീറ്റ് കമ്പോസ്റ്റ്. ഇതിൻ്റെ അടിയിൽ എല്ലാത്തിലും കമ്പോസ്റ്റാണ്. കമ്പോസ്റ്റ് കുഴി ആയതുകൊണ്ട് നമുക്ക് വേറെ വളം അഡീഷണൽ ഒന്നും ചെയ്യേണ്ടി വരില്ല കൂടുതലായിട്ടും. നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്ന, ഇതിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്ന ഇപ്പോൾ ഇത് നട്ടേക്കണില്ലേ, ഈ ഒരു ലെവലിൽ പൊങ്ങി നിൽക്കുക. ഇതിനിപ്പോൾ ഇതിൻ്റെ ഇരട്ടി പൊക്കുകയും ചെയ്യാം. ഇത് മുകളിലേക്ക് നമുക്ക് പൊക്കി കൊടുക്കാം, ഒരു ഇരട്ടി പൊക്കി കൊടുക്കാം. ആ പൊക്കി കൊടുക്കാൻ അത്രയും വെള്ളവും കൂടിയും കയറും. അപ്പോൾ അത് ധാരാളമാണ്. ഇത് വെള്ളം, ഇതിനാണെങ്കിൽ അധികം വെള്ളം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളത്തിൽ തന്നെ നമുക്ക് പരിപാടി പറഞ്ഞാൽ നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷനോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് കുഴൽ കൊടുത്തിട്ട് ഓട്ടോമാറ്റിക് ചെയ്യാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ മുകളിൽ കൂടി കുഴൽ കൊടുത്തിട്ട് എല്ലാ കുഴിയിലേക്കും നേരിട്ട് ചെറിയൊരു കുഴൽ വെച്ച് കൊടുത്തിട്ട് എല്ലാത്തിലേക്കും വെള്ളം വീഴുന്ന വിധത്തിൽ ഒരു സ്വിച്ച് ഇട്ടാൽ എല്ലാം നിറഞ്ഞു കിട്ടുന്ന വിധത്തിൽ, എല്ലാത്തിലേക്കും വെള്ളം വീഴുന്ന വിധത്തിൽ ഒരു ഓട്ടോമേഷൻ. അപ്പോൾ അതൊക്കെ ചെയ്യാന്നുള്ള ഐഡിയയില്ല.
ഇതിൻ്റെ വളർച്ചയൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഉദ്ദേശത്തിനുള്ള വെള്ളം മാത്രമേ ഇതിന് കിട്ടുള്ളൂ. എന്ത് മഴക്കാലമായാലും അഡീഷണൽ ഈ മഴ പെയ്ത് കിട്ടുന്ന വെള്ളം മുഴുവൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. ഈ കുഴലിൻ്റെ മുകളിൽ കാണുന്ന ആ ഗ്യാപ്പിൽ മാത്രമേ വെള്ളം ഇറങ്ങുള്ളൂ. അതുകൊണ്ട് നമുക്ക് മഴ പെയ്യുന്നതെന്ന് വെച്ച് പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ഒരു പണി ചെയ്തിട്ടുണ്ട്. ഒരു കുട, എല്ലാത്തിനും ഇതുപോലെ ഒരു കുട ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, വെറുതെ ഒരു ഷീറ്റാണ്. ആ ഷീറ്റ് ഇങ്ങനെ മടക്കിയിട്ട് വെറുതെ സ്റ്റാപ്പ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വെയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒട്ടും വെയിലും അടിക്കില്ല. വേണ്ടില്ലേ, എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. അതൊരു അഡീഷണൽ പ്രൊട്ടക്ഷനാണ്, വെയിലിനെ ചെറുക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അത് എല്ലാത്തിനും ഈ വഴുതിനയ്ക്കൊക്കെ നമ്മൾ അങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ചെറിയൊരു കുട. സോറി, കണ്ടില്ലേ, ഇതൊക്കെ ഒരു മാസത്തിന് അടുത്തായിട്ടുള്ള ഇങ്ങോട്ട് മാറ്റി നട്ടിട്ട് കേട്ടോ. ട്രെയിൽ ഉണ്ടായിരുന്നു, ട്രെയിൽ മാറ്റി നട്ടിട്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്താവണേ ഉള്ളൂ. ഇത് ഞാൻ ആദ്യം ഈ മഴക്കാലത്ത് എന്താ വെച്ചാൽ ഇവിടെ തന്നെ മുളപ്പിച്ചാണ് ഞാൻ കൂടുതലും നട്ടേക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരുമിച്ച് പാകിയിട്ട്, പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ കൂട്ടി പിടിച്ചപ്പോൾ ഇത് മാറ്റിയതോടെ എനിക്ക് ഇവിടെ തടം ഒരുക്കാൻ പറ്റാത്തൊരു ഗതികേട് വന്നു. ഇവിടെ വന്നതിന് വലുതായി, പക്ഷെ കുഴപ്പമില്ല. ഇതൊക്കെ തന്നെ നമുക്ക് പറിച്ച് മാറ്റി വെച്ച് നല്ല നന്നാക്കി എടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ആനക്കൊമ്പൻ വേണ്ടയാണ്. ആനക്കൊമ്പൻ വേണ്ട ഇവിടെ നിന്ന് തന്നെ വലുതായി പോയി. പറിച്ചു വയ്ക്കാൻ വേണ്ടി നട്ടതാ, പാകിയതാ. പക്ഷെ ഇതിൽ നിന്ന് തന്നെ ഞാൻ പറിച്ചു വെച്ചതാണ് കേട്ടോ. ഇത് അതിൽ നിന്ന് പറിച്ചു വെച്ചാണ് നന്നായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ അല്ലേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഗുണം കിട്ടട്ടെ. ഇതിപ്പോൾ മഴക്കാലമായാലും വേനൽക്കാലമായാലും ഉപ്പുള്ള പ്രദേശമാണെങ്കിൽ പോലും യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റും നല്ല രീതിയിൽ. അപ്പോൾ അതൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഞാനിപ്പോൾ ഇതിൻ്റെയൊക്കെ കണ്ടില്ല, ഒരു വിധത്തിലുള്ള കേടുപാടുകളും ഇല്ല. അപ്പോൾ അതിൻ്റെ മരുന്ന് എന്താണ് ചെയ്യണത്, വളം എന്താണ് ചെയ്യുന്നത്, അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.